ആളൂർ എന്ന മാന്ത്രികനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തന്റെ കഴിവ് കൊണ്ട്, തന്റെ സാമർത്ഥ്യം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ സാധിച്ച മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ ആളൂർ. അദ്ദേഹം ഏറ്റെടുക്കുന്ന കേസുകൾ പലപ്പോഴും ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പല കേസുകളും അദ്ദേഹം ഏറ്റെടുക്കുകയും ചിലപ്പോഴൊക്കെ അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റിയ പല കേസുകളും അദ്ദേഹം തന്നെയാണ് വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ പ്രതികളെക്കാട്ടിയും വെറുപ്പ് ഇദ്ദേഹത്തോട് പലപ്പോഴും ചേർന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസാനം തന്നെ ആയിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കണ്ടപ്പോൾ പല കമൻറ്റ് ബോക്സുകളിലും നമ്മൾക്ക് വായിക്കാൻ സാധിച്ചത്. ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ അതൊന്നും തന്നെ ചെയ്തില്ല. എല്ലാവർക്കും സന്തോഷം മാത്രം. പല ആളുകളും പലതരത്തിലുള്ള നീചമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോട് സന്തോഷത്തോടു കൂടി ഉപയോഗിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നത് മരണത്തിന് ശേഷവും ആളുകൾ വിലയിരുത്തുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ആളൂർ. ഒരാൾ മരണപ്പെട്ടാൽ ഒരാളും തന്നെ കുറ്റം പറയാൻ സാധിക്കില്ല, ഒരാൾ തന്നെ കുറ്റം പറയാൻ പാടില്ല എന്ന രീതിയിലൊക്കെയുമാണ് പല ആളുകളുടെ ചിന്തകൾ. എങ്കിൽ പോലും ഇത് ആളൂരിനെയൊക്കെ പലപ്പോഴും ഹിറ്റ്ലറുമായി, അതല്ലെങ്കിൽ മുസോളിനിയുമായി, അതല്ലെങ്കിൽ അതുപോലുള്ള ക്രൂരന്മാരുമായി താരതമ്യപ്പെടുത്തുന്ന ഒരുപാട് കമന്റുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ആരെയും കൊന്നിട്ടില്ല, എവിടെയും മോഷ്ടിച്ചിട്ടില്ല, മറ്റു പലതരത്തിലുള്ള ഒരു കേസുകളിൽ പോലും അദ്ദേഹം പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവരെ അനുകൂലിച്ചു, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒറ്റൊരു കാരണം കൊണ്ട്. ഒരുപക്ഷെ തൻ്റെ ഈ വലിയ കഴിവുകൾ മറ്റൊരു തലത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കപിൽ സിബലിനെ പോലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു വക്കീലായി മാറുമായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകൾ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖമെങ്കിലും രേഖപ്പെടുത്തുമായിരുന്നു.